നമസ്കാരം. ഇതാണ് സാക്ഷാൽ AVD. പഴയ പുലിയെ വീണ്ടും കണ്ടതിൻ്റെ ആവേശത്തിൽ ക്രിക്കറ്റ് ലോകം. ലെജൻഡ് ചാമ്പ്യൻഷിപ്പ് 2025 പോരാട്ടത്തിൽ ഇതിഹാസങ്ങൾ ഗംഭീര പ്രകടനം കാഴ്ചവെക്കും. ആരാധകർ അത് ആഘോഷമാക്കാൻ മറക്കുന്നുമില്ല. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ AVD ഡിവിലിയേഴ്സാണ്. ഇതിഹാസങ്ങൾ ഒരിക്കൽ കൂടി ക്രിക്കറ്റ് മൈതാനത്ത് കാണുമ്പോൾ ഏതൊരു ആരാധകരും ആവേശത്തിലായിരിക്കും. ആരാധകരുടെ ആവേശം 100 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് താരങ്ങളുടെ പക്കലിൽ ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് AVDയുടെ മനോഹരമായ മാസ്മരികമായ ഇന്നിങ്സ്. ലെജൻഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ത്രില്ലിലാണ് ആരാധകരും ഇതിഹാസ താരങ്ങളും. ഇന്നിപ്പോൾ ഇന്ത്യ ചാമ്പ്യൻസ് ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻസ് മത്സരം നടക്കുന്നതിനിടെ ദക്ഷിണാഫ്രിക്കയുടെ AVD ഡിവിലിയേഴ്സിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് ആരാധകർ നേരിൽ കണ്ട് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തൻ്റെ 360 ഡിഗ്രി ഷോട്ടുകൾക്കും ഗ്രൗണ്ടിലെ വേഗതയ്ക്കും ഒരു കോട്ടവും വന്നിട്ടില്ലെന്ന് ഡിവിലിയേഴ്സ് തെളിയിച്ചു. ലെജൻഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കെതിരെ വെറും 30 പന്തിൽ നിന്ന് 63 റൺസാണ് ദക്ഷിണാഫ്രിക്കൻ ചാമ്പ്യൻസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ ഡിവിലിയേഴ്സ് നേടിയെടുത്തത്. 3 ഫോറുകളും 4 കൂറ്റൻ സിക്സറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. താരത്തിൻ്റെ ഈ പ്രകടനം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴത്തെ ചർച്ചയും ഇതുതന്നെയാണ്. അതേസമയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പ്രോട്ടീസ് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് നേടി. ഇന്ത്യക്കായി പീയൂഷ് ചൗള, ഇർഫാൻ പഠാൻ എന്നിവർ 2 വിക്കറ്റ് നേടി തിളങ്ങി. എന്നാൽ മറുപടി ബാറ്റിങ്ങിനായി ഇന്ത്യ ഇറങ്ങിയപ്പോൾ വില്ലനായി മഴയെത്തി. ഇതേ തുടർന്ന് മത്സരം നിർത്തിവെച്ചെങ്കിലും അല്പസമയത്തിന് ശേഷം മത്സരം വീണ്ടും പുനരാരംഭിച്ചു. ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വെച്ച് ലക്ഷ്യം മറികടക്കാൻ പ്രയാസപ്പെടുന്ന ഇന്ത്യൻ ചാമ്പ്യൻസിനെയാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഓപ്പണർമാരായ റോബിൻ ഉത്തപ്പയും ശിഖർ ധവാനും രണ്ടക്കം പോലും തികയ്ക്കാനാകാതെ പുറത്തായി. വൺ-ഡൗണായി എത്തിയ സുരേഷ് റെയ്ന 16 റൺസ് നേടിയപ്പോൾ അമ്പാട്ടി റായിഡു ഡക്കായി പവലിയനിലേക്ക് തിരികെ മടങ്ങി. ഇന്ത്യയുടെ മുൻനിര ആരാധകരുടെ പ്രതീക്ഷ അസ്തമിച്ചു. എന്നാൽ അവിടെയും നിരാശ മാത്രമായിരുന്നു ഫലം. യൂസഫ് പഠാൻ, ഇർഫാൻ പഠാൻ എന്നിവരെല്ലാം നിരാശപ്പെടുത്തി പവലിയനിലേക്ക് മടങ്ങി. നിലവിൽ സ്റ്റുവർട്ട് ബിന്നിയും പീയൂഷ് ചൗളയും ഇന്ത്യയ്ക്ക് പോരാടുകയാണ്. എന്നാൽ 13 ഓവറായപ്പോഴേക്കും 6 വിക്കറ്റുകൾ വീണ ഇന്ത്യക്ക് ജയം ഏറെ അകലെയാണ് എന്നതാണ് വാസ്തവം. എന്തായാലും കണ്ടിരുന്നതിൽ കാണാം. നന്ദി, നമസ്കാരം.